രാഹുൽ ഈശ്വർ, ഇപ്പോൾ നേരത്തെയുള്ള സംസ്ഥാന അധ്യക്ഷന്മാരിൽ നിന്ന് വ്യത്യസ്തനായി രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു എന്നുള്ള നിലയ്ക്കാണ് നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് അദ്ദേഹം വ്യത്യസ്തനാണ് താനും. അപ്പോൾ അങ്ങനെ വ്യത്യസ്തനായ ഒരു നേതാവ് കേരളത്തിലേക്ക് എത്തുമ്പോൾ BJP വലിയ തോതിൽ ഇവിടെ വളരും എന്നാണോ താങ്കളുടെ ഒരു വിലയിരുത്തൽ? എന്താണ് രാജീവ് ചന്ദ്രശേഖരനെ വ്യത്യസ്തനാക്കുന്നതെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? BJPക്ക് വലിയ തോതിൽ വളരാനുള്ള സ്കോപ്പ് തന്നെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനിലൂടെ സംഭവിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ 2-3 പേരുകളായിരുന്നു നേരിൽ വരുന്നു കേട്ടത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ MT രമേശ് അടക്കമുള്ള, അല്ലെങ്കിൽ ശ്രീ ജേക്കബ് തോമസ് എന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞ പേരുകളൊക്കെയുണ്ട്. അപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നമുക്ക് അറിയുന്നത് പോലെ ഈഴവ സമുദായത്തിൽ നിന്നും മധ്യവർഗത്തെ കൂടുതൽ അപ്പീൽ ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ജനകീയ ഒരു വോട്ട് ക്യാച്ചറാണ്. രാജീവ് ചന്ദ്രശേഖർജി നായർ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വരുന്നതും അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ആസ്പിറേഷണൽ മിഡിൽ ക്ലാസ് എന്ന് ശ്രീ നരേന്ദ്രമോദി വളരെ ശരിയായി വിളിക്കുന്ന വലിയൊരു വിഭാഗത്തെ അപ്പീൽ ചെയ്യുന്ന വ്യക്തിയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പ്രശ്നമല്ല. നേരത്തെ ശ്രീ കുമ്മനം രാജശേഖരൻ ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആയതുപോലെ എല്ലാ ഗ്രൂപ്പുകളെയും കൂടെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കുമ്മനത്തിന് നല്ല അനുഭവമായിരുന്നില്ല. കുമ്മനത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായുമാണ്. പക്ഷെ കുമ്മനഞ്ചേട്ടന്റെ കാര്യത്തിൽ കുമ്മനഞ്ചേട്ടൻ കുറച്ചുകൂടി ഒരു കാവ്യം എടുക്കാത്ത സന്യാസിയും ഒരു സർവ്വസമ്മതനുമായിരുന്നെങ്കിലും പല കാര്യങ്ങളും അദ്ദേഹത്തിന് സംഘടനാപരമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്ന കാര്യത്തിൽ സത്യമാണ്. പക്ഷെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കുറെ കൂടെ, അതായത് ഈ മിഡിൽ ക്ലാസ്, നേരത്തെ ചേക്കുട്ടി സാർ വളരെ ശരിയായി പറഞ്ഞതുപോലെ മിഡിൽ ക്ലാസിന് അപ്പീൽ ചെയ്യുന്ന, നിഷ്പക്ഷ വോട്ടേഴ്സിനെ അപ്പീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിലെ ഒരു കൗതുകം, ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശക്തമായി BJPയിൽ വന്നാൽ അത് ഏറ്റവും പോസിറ്റീവ്ലി ഗുണം ചെയ്യുക ശ്രീ ശശി തരൂർ ഉണ്ടായിരിക്കും. കോൺഗ്രസിൽ ശശി തരൂർ ഉണ്ടായിരിക്കും. കാര്യം ഇവർ രണ്ടുപേരും കേറ്റർ ചെയ്യുന്ന സ്പേസ് ഒന്നാണ്. മിഡിൽ ക്ലാസ്, ആസ്പിറേഷണൽ, നോൺ പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ അരാഷ്ട്രീയവാദ രാഷ്ട്രീയക്കാർ ആസ്പിറേഷൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വികസനം. ഒരു കാര്യത്തിൽ പറയാതെ വയ്യ, ശ്രീ ശശി തരൂരിനെ പോലെ വിശ്വപോരനെ വലിയ രീതിയിൽ ചലഞ്ച് ചെയ്യുകയുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു സ്കോപ്പ് ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തികമായ ഒരുപാട് ഇക്കണോമിക് റിസോഴ്സ് ഉള്ള വ്യക്തിയാണ്. ഒരുപാട് നാഷണൽ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ ഉള്ള വ്യക്തിയാണ്. ഒരുപാട് പേരെ ആകർഷിക്കാൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒക്കെ ഒരുപാട് പേരെ ആകർഷിക്കാൻ കൂടി കേപ്പബിൾ ആയ വ്യക്തിയാണ്. മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ഈ ജാതി മത പരിഗണനകൾക്ക് അപ്പുറമുള്ള ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. ഈ ആകർഷണത്തിന്റെ ഒക്കെ അടിസ്ഥാനം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. Debate with Smriti Parithikar.